ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ മുഖ്യപ്രതികളുടെ മൊഴികൾ പുതിയ ഇ.ഡി. അന്വേഷണ സംഘം പരിശോധിക്കുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ധർമ്മേന്ദ്ര ചൗഹാൻ അന്വേഷണ ചുമതല ഏറ്റെടുത്തു. മെയ് പകുതിയോടെ ചോദ്യം ചെയ്യലുകൾ പുനരാരംഭിക്കും. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിലവിൽ അന്വേഷണം നടത്തിയിരുന്ന ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ആഷു ഗോയലിനെ ചെന്നൈ സബ് സോണൽ ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. പകരം അന്വേഷണ ചുമതല ലഭിച്ച അസിസ്റ്റന്റ് ഡയറക്ടർ ധർമ്മേന്ദ്ര ചൗഹാൻ കൊച്ചി സോണലിൽ ചുമതലയേറ്റു. ആഷു ഗോയലിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയ മൊഴികൾ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനും പരിശോധിക്കുകയാണ്. മുഖ്യപ്രതികളുടെ എല്ലാം രേഖപ്പെടുത്തിയ മൊഴികൾ വിശദമായി പരിശോധിക്കും. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു എന്നിവരുടെ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം പ്രകടമായിരുന്നു. പുതിയ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ മൊഴികൾ വിലയിരുത്തി അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കും. നേരത്തെ ചോദ്യം ചെയ്ത പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പൊറ്റിയടക്കമുള്ള 10-ലധികം പേർക്ക് സമൻസ് നൽകും. പൊതുസ്ഥലമാറ്റത്തിന്റെ ഭാഗമായി കൊച്ചി സോണൽ മേധാവിയായ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാർ സുമനെയും 3 അസിസ്റ്റന്റ് ഡയറക്ടർമാരെയായിരുന്നു മറ്റ് യൂണിറ്റുകളിലേക്ക് മാറ്റി നിയമിച്ചത്. ചെന്നൈ സോണൽ മേധാവി അദ്വിത എ ആനന്ദ് കൊച്ചി സോണലിന്റെ അധിക ചുമതലയും ഏറ്റെടുത്തു. ജനം, കൊച്ചി.